അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله ولتنظر نفس ما قدمت لغد واتقوا الله إن الله خبير بما تعملون. صدق الله العلي العظيم. ആദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, നമ്മുടെ ഈ മഹലിനും മറ്റും നേതൃത്വം നൽകുന്ന മഹൽ വ്യക്തിത്വങ്ങളെ, ഏറെ ഇഷ്ടപ്പെടുന്ന മുത്തഅല്ലിം സഹോദരങ്ങളെ, വിദ്യാർത്ഥി യുവജന സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് മഹല്ല് സംഗമവും അതുപോലെ തന്നെ നമ്മുടെ ദർസിൻ്റെ വാർഷികവും അത് അതിൻ്റെ സമാപനത്തിലേക്ക് എത്തുന്ന ഒരു സന്ദർഭമാണ്. മഹാനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഏതാനും സമയത്തിനുള്ളിൽ ഇവിടെ എത്തിച്ചേരും. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടക്കാനിരിക്കുകയാണ്. ഞാൻ സത്യത്തിൽ ഇന്നിവിടെ സംസാരിക്കേണ്ട ഒരാളല്ല. നേരത്തെ ഉസ്താദ് വിളിച്ച് ഏൽപ്പിക്കപ്പെട്ട പ്രിയപ്പെട്ട മുസ്തഫ ഹുദവി ചെറിയൊരു തടസ്സം ഉണ്ടായതുകൊണ്ട് ഇവിടെ എത്തണം എന്ന് പറഞ്ഞപ്പോൾ മമ്പറത്തായിരുന്നു ഖുർആൻ ക്ലാസ്. അത് കഴിഞ്ഞ് വേഗത്തിൽ വന്നതാണ്. പണ്ട് നാട്ടിക ഉസ്താദ് പറഞ്ഞതുപോലെ വിധി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾ എന്നോട് പറഞ്ഞത്, ആളുകൾക്ക് തഖ്വയുണ്ടാക്കുന്ന എന്തെങ്കിലും കൊടുക്കണം ഖുർആനിൽ നിന്ന് എന്നാണ് എന്നോട് പറഞ്ഞത്. ഇൽമുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിഷയങ്ങൾ ഇതിനു മുമ്പ് ഉസ്താദുമാർ വളരെ വിശദമായി ഇവിടെ സംസാരിച്ചു എന്ന് അറിയാൻ കഴിയുകയും ചെയ്തു. അതുകൊണ്ട് വിശുദ്ധ ഖുർആനിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ഒരു സൂക്തം അൽ ഹശ്ർ സൂറയിൽ നിന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഓതി കേൾപ്പിച്ചു. തഖ്വ എന്ന് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, അത് വളരെ സുപ്രധാനമായ ഒരു കാര്യമായതുകൊണ്ടാണ് എല്ലാ വെള്ളിയാഴ്ചകളിലും ഖതീബ് മിമ്പറിൽ നിന്ന് തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നത്. ആ തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് ഇല്ലെങ്കിൽ ആ ഖുതുബ ശരിയാകുന്നില്ല. അതുവഴി വരുന്ന ജുമുഅ അത് ശരിയാകാത്തൊരവസ്ഥയിലേക്ക് വരും. അതിൻ്റെ പരിപൂർണത ലഭിക്കണമെങ്കിൽ തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് ചെയ്യൽ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്, വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരല്പം പറയണമെന്ന് പറഞ്ഞത്. ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, 1000 മിസ്കാല് നിസ്കാരം, 1000 മിസ്കാല് നോമ്പ്, അത് രണ്ടിനേക്കാളും ഉത്തമം ഒരു അണുതൂക്കം സൂക്ഷ്മതയാണ് എന്ന് പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. ഇവിടെ നിസ്കാരം സാധാരണ നമ്മൾ റക്അത്തും
നോമ്പിനെ ദിവസങ്ങളൊക്കെ ആയിട്ടാണ് കണക്ക് കൂട്ടൽ. ഒരു അണുതൂക്കം സൂക്ഷ്മതക്ക് അത് പരസ്പരം കമ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഹസനുൽ ബസ്രി റളിയല്ലാഹു അൻഹു നിസ്കാരത്തിനെ 1000 മിസ്കാലിനോട് തുലനം ചെയ്തത്. ആ ഒറ്റ പ്രഖ്യാപനത്തിൽ നിന്ന്, ഉദ്ധരണിയിൽ നിന്ന് തന്നെ ഈ വിശുദ്ധി, തഖ്വ, വറഅ് എന്നതൊക്കെ പറയുന്നത് അതിന് എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി ദീർഘമായി നിസ്കരിച്ച് കാലിൽ പൊട്ടൽ വന്ന് പ്രയാസപ്പെട്ടപ്പോൾ ഒരു സംഭവത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ആലു ഇമ്രാൻ സൂറത്തിന്റെ അവസാന ഭാഗത്തുള്ള 10-11 ആയത്തുകൾ ഓതിയിട്ട് അള്ളാഹുവിന്റെ തിരുദൂതർ സുബഹിക്ക് മുമ്പ് വല്ലാതെ കരഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് അങ്ങത്ര പ്രയാസപ്പെടുന്നത്? ആ സന്ദർഭത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഞാൻ അള്ളാഹുവിനിക്ക് നന്ദി ചെയ്യുന്ന അടിമ ആകണ്ടയോ എന്നാണ്. അതായത് പ്രവാചകരുടെ തഖ്വ കാരണമാണ്, വിശുദ്ധി കാരണമാണ് തൻ്റെ ഉയർന്ന സ്റ്റാൻഡേർഡ് വെച്ച് നോക്കുമ്പോൾ തൻ്റെ ഇബാദത്ത് പോരാ എന്നൊരു തോന്നല്. അതുകൊണ്ടാണല്ലോ, ആ സൂക്ഷ്മത കാരണമാണല്ലോ ഒരു ദിവസം അള്ളാഹുവിന്റെ തിരുദൂതർ 100 പ്രാവശ്യം അല്ലെങ്കിൽ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് ചൊല്ലി. അത് ആ ഭക്തി കൊണ്ടാണ്. സൂറത്തുൽ അഅറാഫിലെ ഒരായത്തിന്റെ വിശദീകരണത്തിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് പരാമർശിച്ച ഭാഗത്ത് ഒരു സംഭവം കാണാൻ സാധിക്കും. നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ ആ വെള്ളപ്പൊക്കത്തില് 6 മാസം ആ വെള്ളം അതുപോലെ നിന്നപ്പോ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കാണിച്ചു കൊടുത്ത പ്ലാൻ അനുസരിച്ച് നിർമ്മിച്ച ആ കപ്പലില് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും 80ഓളം സത്യവിശ്വാസികളും പോകുമ്പോ ലോകത്താകെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയമാണ്. ആ സമയത്ത് അള്ളാഹുവിന്റെ അറിയിപ്പ് വന്നത്രേ, ഇപ്പോൾ കപ്പൽ നിൽക്കുന്നത് ബൈത്തുൽ അതീഖിന്റെ മുകളിലാണ്. അതായത് പരിശുദ്ധ കഅബ ഷരീഫിന്റെ മുകളിൽ, പരിശുദ്ധ മക്കയിൽ. വിശുദ്ധി പറഞ്ഞെടുത്ത് കാണാൻ കഴിയും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജനങ്ങളോട് ഉടനെ തന്നെ പറഞ്ഞു അത്രേ, ഇവിടെ വെച്ച് ആരും, ഇപ്പൊ നമ്മുടെ ഖുർആനിൽ പറയുന്നില്ല ബിസ്മില്ലാഹി മജ്റേഹ, അതായത് ആ കപ്പൽ സഞ്ചരിക്കുന്നത് അള്ളാഹുവിന്റെ നാമത്തിലാണ്, ആ കപ്പൽ നിൽക്കുന്നതും അള്ളാഹുവിന്റെ നാമത്തിലാണ്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ അതിന്റെ ബ്രേക്കും അതിന്റെ സ്റ്റയറിങ്ങും അതിന്റെ ബെല്ലും എല്ലാം ബിസ്മിയാണ്. നങ്കൂരം ഇടുന്നത് പോലെ ബൈത്തുൽ അതീഖിന്റെ മുകളിൽ കപ്പൽ നിന്ന സാഹചര്യത്തിൽ തഖ്വ കാരണം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം 80 ആളുകളോട് പറഞ്ഞു അത്രേ, ഇവിടെ വെച്ച് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ബന്ധപ്പെടാൻ പാടില്ല. ഞാൻ തഖ്വയുടെ അവരൊക്കെ എത്രമാത്രം ഈ കാര്യം ശ്രദ്ധിച്ചു എന്നതിന്റെ ഉദാഹരണം പറയാം. സയ്യിദുനാ അയ്യൂബ് നബി അലൈഹിസ്സലാം ഒരുപാട് കാലം രോഗം കൊണ്ട് പ്രയാസപ്പെട്ടു. അവരുടെ പത്നി റഹ്മത്ത് റളിയല്ലാഹു അൻഹ, റഹ്മത്ത് ബീവി ചോദിച്ചു അത്രേ, നിങ്ങൾക്ക് അള്ളാഹുവോടൊന്ന് ദുആ ചെയ്തുകൂടെ എന്ന്. വിശുദ്ധി കാരണം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ഭാര്യയോട് രോഗം വരുന്നത് വരെ സുഖമായി നല്ല ആഹാരം കഴിച്ച്, സുഭിക്ഷമായി ആഹാരം കഴിച്ച്, ഒരു പ്രയാസവും ഇല്ലാതെ നമ്മൾ എത്ര കാലം ജീവിച്ചു എന്ന് ചോദിച്ചു. ആ വർഷത്തിന്റെ വിഷയത്തിലൊക്കെ ഒട്ടേറെ അഭിപ്രായങ്ങളുണ്ട്. ഒരു അഭിപ്രായ പ്രകാരം 80 കൊല്ലത്തോളം സുഖമായിട്ട് ജീവിച്ചു. റഹ്മത്ത് ബീവിയോട് അയ്യൂബ് നബി ചോദിച്ചു അത്രേ, അസുഖം വന്ന് പ്രയാസപ്പെടാൻ തുടങ്ങിയിട്ട് എത്രയായി എന്ന്. 18 കൊല്ലം. അയ്യൂബ് നബി പറഞ്ഞത്, ഒരുപാട് കാലം അള്ളാഹുവിന്റെ റഹ്മത്ത്, അവന്റെ നിഅമത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തി. അള്ളാന്റെ പരീക്ഷണം വളരെ, അതിനെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ കൊല്ലങ്ങളാണ്. ഞാൻ എങ്ങനെ എൻ്റെ റബ്ബിനോട് വേവലാതിപ്പെടും? അതായത് റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ എന്ന് അന്ത്യപ്രവാചകർ ചെല്ലാൻ പറഞ്ഞല്ലോ. ആ റളീനാ ബില്ലാഹി റബ്ബ എന്ന ആ ഒരു പരാമർശം, ഇതൊക്കെ എല്ലാ പ്രവാചകന്മാർക്കുള്ളതാണ്.
അതിനോട് എതിരാകുമെന്ന് അദ്ദേഹം ഭയപ്പെട്ടു എന്നാണ്. തനിക്ക് രോഗം വരുത്തലാണ് അള്ളാഹുവിന്റെ ഖലാ, അവന്റെ ഖദർ. അപ്പൊ അസ്വസ്ഥത കാണിച്ചാല് ഇത് ശരിയായില്ല എന്ന് പറയും പോലെയാണ്. അതുകൊണ്ട് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുആ ചെയ്തില്ല. പിന്നെ അദ്ദേഹം അവസാനം ദുആ ചെയ്തത് എപ്പോഴാണ്? അദ്ദേഹത്തിന്റെ ശരീരത്തിലെ മുറിവ് അത് നാവിലേക്ക് വന്ന് ദിക്ർ ചൊല്ലുന്നതും മുടങ്ങുമോ എന്ന് ഭയപ്പെട്ടപ്പോ, ഇന്നീ മസ്സനിയല്ലുർ വഅൻത അർഹമുർ റഹീമീൻ, അല്ലാഹുവേ എന്നെ വിഷമം ബാധിച്ചിരിക്കുന്നു, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും വലിയ കരുണ ചെയ്യുന്നവനാണല്ലോ. അപ്പോഴും അസ്വസ്ഥത കാണിച്ചില്ല. നമുക്കൊക്കെ ചെറിയ ഒരു പ്രയാസം വരുമ്പോ, ഒരു ചെറിയ പനി വന്നാൽ നമ്മളതിനെ പഴിക്കും. പനിയെ പഴിക്കാൻ പാടില്ല എന്നാണ്. കൊല്ലന്റെ ആലയിലെ ഉല ഇരുമ്പിന്റെ കീടങ്ങളെ ഇല്ലാതെയാക്കുന്ന പോലെ ആ ശരീരത്തിലെ ആ ചൂട് നമ്മുടെ ദോഷങ്ങളെ ഇല്ലാതെയാക്കും, കരിച്ചു കളയും എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ ചരിത്രം പറയുന്നു, നോക്കൂ, മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഞാൻ തഖ്വയുടെ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. അംബിയാ മുർസലുടെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ അവരുടെ ജീവിതത്തിലുടനീളം ഇത് കാണാൻ കഴിയും. ലൂത്ത് നബിയുടെ ജനതയെ നശിപ്പിക്കാൻ വേണ്ടി റൂഹുൽ അമീൻ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നേതൃത്വത്തിൽ മലക്കുകൾ വരുമ്പോൾ ആദ്യം അവർ കടന്നു വന്നത് സയ്യിദ്നാ ഇബ്രാഹിം നബിയുടെ അരികിലേക്ക് അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വീട്ടിലേക്ക് അവർ സലാം ചൊല്ലി വന്ന്, ഖുർആൻ അത് പറയുന്നുണ്ടല്ലോ, ഇദ്ദഖലൂ അലൈഹി ഖാലൂ സലാമാ ഖാല സലാം. അവർ ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞു. ഇബ്രാഹിം നബി സലാം അടക്കി. ഇബ്രാഹിം നബി വിചാരിച്ചത് തന്റെ വീട്ടിലേക്ക് ഒരു ഗസ്റ്റ് വന്നതാണെന്നാണ്. കാരണം ചരിത്രത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വലിയ ഒരു സൽക്കാരപ്രിയനായിരുന്നു. ആരെങ്കിലുമൊക്കെ ഭക്ഷണം കഴിക്കാൻ കൂടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമാണ്. ഇബ്രാഹിം നബി നേരെ ഭാര്യയുടെ സമീപത്ത് പോയി, ചരിത്രം പറയുന്നുണ്ട്, നല്ലൊരു മൂരിക്കുട്ടനെ പിടിച്ച് അറുത്ത് അതിനെ ചുട്ടെടുത്തിട്ട് കൊണ്ടുവന്നു. ഇത് മലക്കുകളാണെന്ന് അറിയില്ല. ഞാൻ തഖ്വയുടെ ഒരു ഉദാഹരണം പറയാണ്. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികൾ, അവരോട് വളരെ മാന്യമായ സമീപനം സ്വീകരിക്കണം. അത് വിശുദ്ധിയുടെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഖുർആൻ ആ കഥ പറയുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ മലക്കുകളോട് ചോദിച്ചത് അലാ തഅ്കുലൂൻ എന്നാണ്. അതായത് നിങ്ങൾ കഴിക്കല്ലേ. അതായത് നിങ്ങൾ കഴിക്കുക എന്ന് പറയുമ്പോൾ അതൊരു കൽപ്പന, അതിലൊരു അദബുകേട് വരുമോ എന്ന് ഭയന്ന്, അത് അതിഥികൾക്ക് വിഷമം വരുമോ എന്നറിഞ്ഞ് ഭക്ഷണം അവിടെ മുന്നിലേക്ക് കൊണ്ടുവന്ന് വളരെ താഴ്മയോടുകൂടെ കഴിക്കല്ലേ എന്ന് ചോദിച്ചു എന്നാണ്. അവർക്കൊരു സൂക്ഷ്മത നോക്കുങ്ങൾ. ആ മാർഗം പിൻപറ്റുന്നവർ എന്ന് അവകാശപ്പെടുന്ന നമ്മൾ ചിലപ്പോൾ അതിഥികൾ വന്ന് നമ്മൾ കുറച്ച് തിരക്കിലാണെങ്കിൽ അവരെ മുന്നും തന്നെ നമ്മൾ വാച്ചിലേക്ക് നോക്കും. ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവും, വേഗം പോണം എന്നാണ് അതിൻ്റെ അർത്ഥം. ചിലര് ചിക്കന്റെ വില വരെ പറയാം. അതോടുകൂടെ അവർ കഴിക്കാൻ കരുതിയത് എന്തെയും അവിടെ നിർത്തും. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സൂക്ഷ്മത നോക്കൂ. ഇങ്ങനെ പ്രവാചകന്മാരുടെ ചരിത്രത്തിലുടനീളം ഇത്തരം കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 40 ദിവസത്തോളം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന് ചൊല്ലിയത് അതിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ, അന്ത്യപ്രവാചകരുടെ ചരിത്രത്തിൽ നിന്ന് ധാരാളം ഉദാഹരണങ്ങൾ കാണാം. തഖ്വ പറയുമ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ഓർക്കുക സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ. വിശുദ്ധ ഖുർആനിലെ റഹ്മാൻ സൂറത്തിലൊരു ഭാഗമുണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. റബ്ബിന്റെ സന്നിധിയിൽ ഹാജരാക്കപ്പെടുന്നതിനെ ഭയപ്പെടുന്നവർക്ക് 2 സ്വർഗത്തോപ്പുകളുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ആ ആയത്ത് ആര് കാരണം ഇറങ്ങിയതാ? സയ്യിദനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തന്റെ ഭൃത്യൻ കൊണ്ടുവന്ന ആഹാരം, ഒരു അഭിപ്രായ പ്രകാരം പാല്, അത് 100% ഹലാലായിരുന്നില്ല, ഹറാം കലർന്നതാ, ശുബഹത്തിന്റെ മദല. കുടിച്ചപ്പോ ഓർത്തില്ല, കുടിച്ചു കഴിഞ്ഞതിന്റെ ശേഷാണ് അതറിഞ്ഞത്. അദ്ദേഹം എന്താ ചെയ്തത്? അദ്ദേഹം ഉടനെ തന്റെ ഒരു വിരല് വായിലേക്ക് ഇട്ടിട്ട് ആ കുടിച്ചത് ഛർദിച്ചു കളഞ്ഞു. എന്നെപ്പോ ഒരാള് ഹോട്ടലിലേക്ക് കൊണ്ടുപോയിട്ട് ഒരു ബ്രോസ്റ്റ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ബ്രോസ്റ്റൊക്കെ തിന്നതിന് ശേഷം
വാങ്ങി തന്ന ആളോട് ഞാൻ ചോദിക്കുകയാണ്, അല്ല ഇതിപ്പോൾ എന്താ വകുപ്പ്? അപ്പോൾ അയാൾ എന്നോട് പറയാണ്, ഞാൻ ഒരുപാട് കാലമായി ലോട്ടറി എടുക്കാൻ തുടങ്ങിയിട്ട് ഇതാവക്കഴത്തി ഓതിയിട്ട് ദുആ ചെയ്യും ഒന്ന് വിശാലാകാൻ. പക്ഷെ ഇപ്പം ഈ ആഴ്ച ഒരു 5000 റുപ്യ അടിച്ചു. അപ്പം കരുതിയതാണ് ഒരു ഫുൾ ബ്രോസ്റ്റ് ഒക്കെ വാങ്ങി തരണം. അപ്പോൾ ഞാൻ എന്താ കരുതറിയോ, ഇയാളത് ആദ്യം പറയാത്തത് നന്നായി. കാരണം ആദ്യം അത് പറഞ്ഞിരുന്നെങ്കിൽ നമുക്കൊരു സുഖം കിട്ടൂല. അതല്ലാതെ ഒരു വിരല് വായിലേക്ക് കൊണ്ടുപോയി അത് കളയാൻ നിൽക്കൂല എന്നാണ് അല്ലേ? ആലോചിച്ച് നോക്കൂ. ചിലപ്പോൾ കുറച്ചൊക്കെ സൂക്ഷ്മത ഉണ്ടെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിലുണ്ടാവും വേണ്ടില്ലായിരുന്നു, എന്നാലും ഛർദിക്കാൻ മാത്രം നിൽക്കുമോ? ഒന്നാലോചിച്ച് നോക്കൂ. ഇതേ നിലപാടായിരുന്നു മഹാനായ കണ്ണിയത്ത് ഉസ്താദ് അബ്ബറല്ലാഹു മർഖദ. അതുകൊണ്ടാണ് മഴയില്ലാത്ത സമയത്ത് അവർ മഴയ്ക്ക് ചോദിച്ചപ്പോൾ പെട്ടെന്ന് കിട്ടിയ തഖ്വണ്ട. അതായത് നാവ്, ഖൽബ്, ബത്ന്. നാവിന്ന് ഹറാമ് വരരുത്, ഗീബത്ത് വരരുത്, കളവ് വരരുത്, നമീമത്ത് വരരുത്. അവൻ്റെ ഖൽബിൽ ഒരാളോടും അസൂയ പാടില്ല. അവൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ ഹറാമായ ഭക്ഷണം ഇല്ലെങ്കിൽ, ഇപ്പോൾ ഒരു ചാവി കറക്റ്റായിട്ട് ഒരു ബൈക്കിൻ്റെ ചാവി ആ ബൈക്കിലേക്ക് ചെല്ലണം, അപ്പോഴേ സ്റ്റാർട്ടാവുള്ളൂ. കാറിൻ്റെ ചാവി അതിലിട്ട് തിരിച്ചാൽ ഒന്നായിട്ട് തിരിയും ചിലപ്പോൾ. എന്നതുപോലെ ഈ 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് യഥാർത്ഥത്തിൽ ഈ ചാവിയുടെ പല്ല് പോലെയാണ്. അതിന് നല്ല ഇടങ്ങാറാ. തിന്നൽ ചിലപ്പോൾ നല്ലോണം ശ്രദ്ധിക്കട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ അതിന് വലിയ ഇടങ്ങാറ അതറിയോ? അസൂയ. അത് പറ്റ നീക്കണമെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ്. നമ്മൾ ഈ ട്യൂമർ എത്ര ഒഴിവാക്കിയാലും പിന്നെയും വരും. ഈ കിണറിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ മരം മുളച്ച് വരണം. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതൊക്കെ എങ്ങനെ വെട്ടി ഒഴിവാക്കിയാലും ഒരാഴ്ച കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ മുളച്ച് വരണം. ചെറിയ കുട്ടികൾക്ക് ചെറിയ തോതിലുണ്ടാവും, വലിയവർക്ക് വലിയ തോതിലുണ്ടാവും. 1ാം ക്ലാസ്സിലെ ഒരു കുട്ടി, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ചെറിയ കുട്ടി, മദ്രസന്റെ മുറ്റത്തല്ല ചളിയുണ്ട്, അവിടെ നിന്ന് വീണു എന്ന് സങ്കല്പിക്കാം. ആ കുട്ടിന്റെ വാപ്പ ഗൾഫിൽ നിന്ന് വന്നിട്ട് നല്ല പുതിയൊരു പുത്തൻ ഉടുപ്പിട്ടിട്ട് വന്നിട്ടാണ് ആ വീണത്. എന്നാൽ ആ കുട്ടിന്റെ അടുത്തിരിക്കുന്ന കുട്ടി അന്ന് വീട്ടിൽ പോകുമ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പൊ ഉമ്മ ചോദിക്കുകയാണ്, എനിക്ക് 100 മാർക്ക് കിട്ടിയോ? ഇല്ല. അന്നും പൂജയാണ് കുട്ടിക്ക്. എന്താ മദ്രസയിൽ ചീരിനി എടുത്ത് നോക്കും? ഇല്ല, അതൊന്നുമില്ല. പിന്നെ എന്താ അമ്മാൻ്റെ കുട്ടിക്ക് ഇത്ര സന്തോഷം? അപ്പോൾ പറയും, അപ്പുറത്തെ പൂമോളിന്ന് മുറ്റത്ത് ചന്തി കുത്തി വീണു, ഓളെ പാവാടിയിൽ ഓളെ ഉടുപ്പിലാകെ ചളിയായി. ഇതെന്താ സംഭവം? ഇത് മനസ്സിലായോ? അസൂയാണ്. 1ാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയാണ്. ആ കുട്ടിൻ്റെ അമ്മ ആ വിഷയത്തിൽ നല്ല പാരമ്പര്യമുള്ള താത്തയാണെങ്കിൽ ആ താത്ത പറയും, എന്ത് പെണ്ണുങ്ങളോട് ഒരുപാടുണ്ടല്ലോ, നന്നായി അത് ഓളമ്മയും കൂടി വീഴണം. പ്രശ്നം ഞാൻ വെറുതെ പറയല്ല. നമ്മൾ കുറേ വലിയ വലിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അടിസ്ഥാനപരമായിട്ട് ഈ വിഷയത്തിൽ ശ്രദ്ധയില്ല, തഖ്വല്ല, വിശുദ്ധിയില്ല. ഒരു വീട്ടിന്റെ മുകൾക്ക് ഒരു നില എടുക്കുമ്പോഴേക്ക് ഇപ്പുറത്ത് സമാധാനമില്ല. ആലോചിച്ച് നോക്കുക, എന്താ കാരണം? അവിടെ 2 റൂം എടുക്കുക, അവിടെ ഒരു കുട്ടിന്റെ കല്യാണം ഉണ്ട്. സന്തോഷിക്കല്ലേ വേണ്ടത്? ആ കല്യാണം ശരിക്കും നടന്നാൽ ഒരു ബിരിയാണി എന്നാ, പക്ഷെ മുടക്കാനാ നോക്കുക. അസൂയ. ഇത് ഈ തഖ്വല്ലാത്തോണ്ടാ, വിശുദ്ധി ഇല്ലാത്തോണ്ടാണ്. ഉള്ളു മഹാകെടുമ്പൈകാരം. വസ്ത്രം നല്ല ഉഷാറായിരിക്കും, വളരെ മലീമസമായിരിക്കും. നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതാണ്. നമുക്ക് സമാധാനം ഇല്ലാത്തത്. അപ്പൊ പറഞ്ഞു വന്ന് തഖ്വ എന്ന് പറയുന്നത്, വിശുദ്ധി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് എല്ലാ മേഖലയിലും അത് നഷ്ടപ്പെടുകയാണ്. ഇപ്പൊ സാമ്പത്തിക മേഖല ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ആ മേഖലയിൽ എൻ്റെ അടുക്ക ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഞാനിങ്ങനെ ഒരു ഓൺലൈൻ ബിസിനസ്സാണ് ഒക്കെ പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു. അപ്പം എനിക്ക് മനസ്സിലായി ഇത് എടുക്കാൻ കൊണ്ടുവരേണ്ടതെന്ന്. ലാസ്റ്റ് എന്നോട് പറഞ്ഞു, 5 ലക്ഷമാണ് നമ്മൾ ഒരാളെടുത്തുനിന്ന് ഇതിൽ പാർട്ട്ണർമാരാകുമ്പോൾ സ്വീകരിക്കുന്നത്. നിങ്ങളൊന്നും തരണ്ട, നിങ്ങളെ നമ്മൾ സൈലന്റ് പാർട്ട്ണർ ആക്കണം. അപ്പം ഞാൻ പറഞ്ഞു, സൈലന്റ് അറ്റാക്ക് കേട്ടിട്ടുണ്ട്, എന്ത് സംഭവം എന്ന് ചോദിച്ചു. അവനോട് പറഞ്ഞു, നിങ്ങളൊന്നും തരണ്ട, നിങ്ങൾക്ക് വരുമാനമായിട്ട് വരുന്നതാണ്. അപ്പം എന്താ അറിയോ, ഇനി നമ്മളെ മുന്നിൽ വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, വേറുള്ളവരോട് പറയാം. അപ്പം നമ്മൾ ഖുർആൻ ക്ലാസ്സിലൊക്കെ പല സ്ഥലത്തും വരുന്ന ആൾക്കാർ, ഇയാളുണ്ടോ നിർത്തും. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളിവിടെ വന്നിട്ടുമില്ല, എന്നോടിത് ചോദിച്ചിട്ടുമില്ല, ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ ആരോടും ഇത് പറയും ചെയ്യരുത്. അപ്പോൾ അയാൾ പറഞ്ഞു, സോറി ഒക്കെ പറഞ്ഞു. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി, ഈ സോറി പറയേണ്ട ആവശ്യമില്ല, തരികിടയാണ്, ഒരു സൂക്ഷ്മതയില്ല. അങ്ങനത്തെ ഒരു കാല. ഇപ്പൊ സഹോദരിമാരെന്നെ ഒരു കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ ഒരു അക്കീകത്തിറക്കാൻ വേണ്ടിയിട്ട് സ്വന്തം ഭർത്താക്കന്മാരോട് പറയുന്ന എന്താ? ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ എങ്ങനെങ്കിലും പൈസ ഉണ്ടാക്കണം എന്നാ.
ആ വട്ടിക്ക് വാങ്ങിയാലും വേണ്ടില്ല, ഈ കട്ടെടുത്ത് കൊടുത്താലും വേണ്ടില്ല. എത്ര ആളുകൾ ഗൾഫിൽ നിന്ന് വരുമ്പോൾ പെട്ടി പൊളിക്കുന്ന സമയത്ത് ഭാര്യ പറയാണ്, ഏതോ ആൾക്ക് കൊടുക്കാനുള്ള സാധനം അത് പൂക്കോട്ടിലുള്ള ഒരാൾക്ക് കൊടുക്കാനുള്ളതാണ്, അത് നിങ്ങൾ കൊടുക്കണ്ട എന്ന് പറഞ്ഞാൽ ഇയാൾ എന്നാ ഓക്കെ പറയണം. അപ്പോൾ മകൻ പറയാണ്, നിങ്ങൾ വല്ലാത്തൊരു സംഭവം ആട്ടപ്പാന്ന്. അപ്പോൾ ഉമ്മ പറയണം, എൻ്റെ കയ്യുമുള്ള വാച്ച് കഴിഞ്ഞ വരവിന് അങ്ങനെ തന്നെയല്ലേ എന്ന് പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സൂക്ഷ്മതല്ല. എന്നാൽ ഈ വിഷയത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതരും സ്വഹാബത്തും കാണിച്ചെന്ന നിലപാടെന്താ നോക്കൂ. വിശുദ്ധി പറയുമ്പോൾ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാം, സയ്യിദ്നാ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു സംഭവം. അദ്ദേഹം ഒരിക്കൽ ചന്തയിലൂടെ ഒരു മിന്നൽ പരിശോധന നടത്തുമ്പോൾ ഒരു സ്ഥലത്തുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഏതാനും ഒട്ടകങ്ങൾ, അദ്ദേഹത്തിന്റെ മോന്റെ ഏതാനും ഒട്ടകങ്ങൾ. ആ ഒട്ടകങ്ങൾ കണ്ടപ്പോൾ, തടിച്ചു കൊടുത്ത ഒട്ടകങ്ങളെ കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആരുടേതാണ് ഈ ഒട്ടകങ്ങൾ? അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾ പറഞ്ഞു, അത് നിങ്ങളുടെ മകന്റെ ഒട്ടകമാണ്. ഉടനെ തന്നെ അബ്ദുള്ളയെ വിളിക്കുകയാണ്, തന്റെ മകനെ വിളിക്കുകയാണ്. എന്നിട്ട് മോനോട് ചോദിക്കുകയാണ്, മോനെ ഇത് ആരുടെ ഒട്ടകാണ്? അത് എന്റേതാണ്. ഇത് എന്ന് വാങ്ങിയതാണ്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഭരണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് വാങ്ങിയ ഒട്ടകാണ്. അന്ന് ഈ ഒട്ടകങ്ങൾ ഇത്ര തടിയുള്ളതായിരുന്നോ? അല്ല. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, ഇത് അമീറുൽ മുഅ്മിനീൻ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയുടെ മകന്റെ ഒട്ടകമാണെന്ന നിലക്ക് ആരെങ്കിലും അതിന് വെള്ളം കൊടുത്തിട്ടുണ്ടാവും, ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് അതിലൊരു ദുരുദ്ദേശം ഉണ്ടാവും. അതുപോലെ MLA കാറ് ഇതിലൂടെ പോകുമ്പോ ഇപ്പൊ അവിടെ ഒന്ന് ടയർ പൊട്ടിക്കഴിഞ്ഞാല് ചിലപ്പോൾ നന്നായി കൊടുക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും. നമ്മളാരേലും പോകുമ്പോൾ അത്ര തന്നെ വരില്ല, കാരണം ഒന്നും കിട്ടൂല അറിഞ്ഞിട്ട് അല്ലെ. MLA കാറിന്റെ ടയർ നന്നായി കൊടുത്താൽ എന്താവുന്നറിയോ? പിന്നെ ആ പേരിലേക്ക് ഒരു പേപ്പർ ശരിയാക്കാൻ ചെല്ല. എന്നെ അറിയില്ലേ? ഇല്ല, അറിയില്ല. നിങ്ങൾ നമ്മളെ മണ്ഡലത്തിലല്ലല്ലോ. അല്ലെങ്കിലും നിങ്ങൾ ഇന്നാൾ പോയപ്പോ കാറ് അത് നിങ്ങളാണ് ആ ടയർ മാറ്റി തന്നെ. ഓക്കെ, ആ പേപ്പർ വേഗം ശരിയായി കൊടുത്തു. ഒരു ദുരുദ്ദേശം അവിടെ, ഒരു നന്മ ചെയ്യുമ്പോ അല്ലേ? അങ്ങനെയാണ്. ഞാൻ തമാശ പറയല്ല, അങ്ങനെയാണ് ആളുകൾ ലാഭമാണ് നോക്കുക. അപ്പൊ ഞാനും അലിവാജിയും കൂടി നിൽക്കുകയാണെങ്കിൽ ഒരാൾ കല്യാണം പറയാൻ വരികയാണെങ്കിൽ ആദ്യം അലിവാജിനോടാ പറയട്ടെ. അലിവാജി എന്നും ക്ലാസ്സിൽ പങ്കെടുക്കേണ്ട ആളായതുകൊണ്ട് പറയട്ടെ. അതുകൊണ്ട് ഞാനൊരു അങ്ങനെ അലിവാജിനോടാ പറയാം. എന്താ കാരണം? അങ്ങനെയാണ്. എന്നോട് ചിലപ്പോൾ പോകുമ്പോ ഇവ ഉണ്ടാകുമോ ചോദിക്കും ചിലപ്പോ. തമാശ പറയല്ല. ഇനി ശ്രദ്ധിച്ചോളൂ. ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്ന എന്താ അറിയോ? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ചിന്തിക്കുന്ന എന്താ അറിയോ? എന്റെ മകന്റെ ഈ ഒട്ടകങ്ങളെ ആളുകൾ തീറ്റ കൊടുത്തത് ഒരു പക്ഷെ എന്ത് കാരണത്താലായിരിക്കും? ആളുകൾക്ക് എന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ടാവും, ഭരണത്തിൽ നിന്ന് അവിഹിതമായിട്ട് എന്തെങ്കിലും പറ്റും. അത് വിചാരിച്ചുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു അത് വാങ്ങുമ്പോൾ അതിന്റെ മൂലധനം എത്രയാണ്? അതിനുള്ള ഒട്ടകം തന്റെ മകനോട് എടുക്കാൻ പറഞ്ഞിട്ട് ബാക്കി വരുന്ന ലാഭം ഉണ്ടല്ലോ അത് ബൈത്തുൽ മാലിലേക്ക് അടക്കാൻ പറഞ്ഞു. ഇതാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. തഖ്വക്ക് ഇതിലേറെ വലിയ ഉദാഹരണം എന്താ? ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ചില വിഷമം വന്നൊരു സന്ദർഭത്തിൽ വുളൂ ചെയ്യാൻ ചുടുവെള്ളം വേണ്ടി വന്നിരുന്നു. അതിന്റെ ചെലവ് അദ്ദേഹം തന്നെ എടുക്കും. പക്ഷേ അദ്ദേഹത്തിന് വെള്ളം ഒരുക്കുന്ന ആള്, അന്നൊരു പൊതു അടുക്കളയുണ്ടായിരുന്നു, പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണം ഒരുക്കുന്ന അടുക്കള. ആ അടുക്കളയിൽ നിന്ന്, അത് പൊതു സ്വത്താണല്ലോ, വിറകെടുത്തിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു വുളൂ ചെയ്യാനും കുളിക്കാനുമുള്ള വെള്ളം സ്ഥിരമായിട്ട് ചൂടാക്കി. ഇത് അദ്ദേഹം അറിയില്ല. ഈ വിഷയം അദ്ദേഹം അറിഞ്ഞ സാഹചര്യത്തിൽ തന്റെ സഹായിക്കുന്ന ആളെ, ഖിദ്മ ചെയ്യുന്ന ആളെ വിളിച്ചു. ഇപ്പോ എത്ര ദിവസം മൊത്തം ആ അടുക്കളയിൽ നിന്ന് വിറകെടുത്തിട്ട് കത്തിച്ചു എന്ന് ചോദിച്ചു. ആ ദിവസം കണക്കൂട്ടി. എന്നിട്ട് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ വെച്ച് ഒരു ദിവസം വുളൂ ചെയ്യാൻ എത്ര വെള്ളം വേണം, ആ വെള്ളത്തിന് എത്ര വിറക് വേണമെന്ന് കത്തിച്ച് കാണിച്ചു കൊടുപ്പിച്ചു. എന്നിട്ട് ദിവസം കണക്കൂട്ടി. എന്നിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി എടുത്ത ആ വിറക് മൊത്തം എത്ര ഉണ്ടാവും കൂട്ടിയിട്ട്, അത് കൂട്ടിയിട്ട് ആ പൊതു അടുക്കളയിലേക്ക് ആ വിറക് അദ്ദേഹം എത്തിച്ചു കൊടുത്തു എന്നാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലൊക്കെ ഖുതുബയിൽ ഖാഫ് സൂറത്തായിരുന്നു, ആയത്തുകളായിരുന്നു അധികം ഓതിയിരുന്നത്. ഇപ്പൊ നമ്മളൊക്കെ ഖുതുബയിൽ ഇന്നല്ലാഹ യഅ്മുറു ബിൽ അദ്ലി വൽ ഇഹ്സാനി വ ഈതാഇ ദിൽ ഖുർബ എന്ന ആയത്താണ് നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും കേൾക്കുന്നത്.
നമ്മൾ സൗദിയിൽ നമ്മൾ ഹറമിൽ ചെന്നാലും കേൾക്കുന്നുണ്ടത്. ആ ആയത്ത് ഖുത്ബയിൽ ഖതീബമാരോട് ഓതാൻ ആദ്യം ആഹ്വാനം ചെയ്താരാ? മഹാനായ 5ാം ഖലീഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. എന്താ കാരണം? അതിൽ നീതിയെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹം ആ ആയത്ത് എപ്പോഴും ഓതും. അതങ്ങനെയാണ്, സൂക്ഷ്മതയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തഖ്വയുടെ ഉദാഹരണങ്ങൾ പറയുമ്പോൾ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ഈ ചരിത്രമൊക്കെ പഠിച്ചവരാണെങ്കിലും നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇത്തരം കാര്യങ്ങളൊന്നും പലപ്പോഴും നമുക്ക് കാണാൻ കഴിയില്ല. അങ്ങനെ ഒരു ലോകമാണ്. വിവരമുള്ളവരും വിവരമില്ലാത്തവരും വഴിമാറുന്ന ഒരു സാഹചര്യമാണ്. അതിൽ ആ വിഷയം ഇപ്പൊ നേരത്തെ കാസിം ഉസ്താദ് പറഞ്ഞല്ലോ, സമയത്തെ പറ്റി ശ്രദ്ധിക്കാൻ എന്നതുപോലെ എൻ്റെ മുന്നിലിരിക്കുന്ന പണ്ഡിത സഹോദരങ്ങളോട് എനിക്ക് പറയാനുള്ളതാണ്, നമ്മളിൽ വലിയ പ്രതീക്ഷയാണ് ആളുകൾക്ക്. നമ്മൾ ഏതൊരു കാര്യം ഏറ്റെടുത്തോ അത് വിജയിക്കണമെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പഴയ പോലെ ഒന്നല്ല. ആളുകൾക്ക് വിവരം കുറവേ കാരണം നാടന്മാർക്ക് തിരിച്ചറിവല്ല ഉണ്ടാവും. ശരിക്കും നോക്കും, നമ്മളെ പോക്കെ എടുക്കാന്നുള്ളത് ശരിക്കും നോക്കും, ആളുകൾക്ക് നല്ലോണം മനസ്സിലാവും. അതുകൊണ്ട് തന്നെ നമ്മൾ കാരണത്താൽ ഒരാളുടെ ഈമാനും നഷ്ടപ്പെടരുത്. നോക്കൂ, നിങ്ങൾ വിവരമുള്ള ആളുകൾക്ക് പോലും തഖ്വ നഷ്ടപ്പെടുന്നത് കൊണ്ട് വിവരമില്ലാത്ത ആളുകൾക്ക് ദീനിന്റെ ഒരു വില നഷ്ടപ്പെടുന്ന അവസ്ഥ വരും. ഇതിലൊന്നും അത്ര വലിയൊരു കാര്യമില്ല എന്ന് തോന്നുന്നൊരവസ്ഥ വന്നാൽ ആളുകൾ പഴച്ചു പോകും. നേരെ മറിച്ചോ, നല്ല സൂക്ഷ്മതയോടുകൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്തിപ്പറ്റ ഉസ്താദ് ജീവിച്ച പോലെ നമുക്ക് വലിയ പ്രയാസമാവും. കിബിലയുടെ ഭാഗത്തേക്ക് ഒരു ചെരുപ്പ് വെക്കാതെ, കിബിലയുടെ ഭാഗത്തേക്ക് ഒരിക്കലും തുപ്പാതെ, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിതകാലം മുഴുവനും, അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. നമ്മളെ കൊണ്ട് ഒരു പക്ഷെ അത് വലിയ പ്രയാസമായിട്ട് തോന്നും. എന്നാൽ അതേസമയം നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യണം. അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഇത്ര വലിയൊരു ദർസ് എല്ലാവരും പറഞ്ഞ ദർസിനെ സംബന്ധിച്ച് ഇതെന്തിനാണ്? ആളുകൾ തഖ്വയിലേക്ക് വരണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൽമു വേണം, അറിവ് വേണം. ആളുകളിലേക്ക്, സാധാരണക്കാരായ ആളുകളിലേക്ക് വിശുദ്ധ ദീനിന്റെ അതാണല്ലോ. അല്ലെങ്കിൽ ഒരു ജഡം ആത്മാവില്ലെങ്കിൽ ഒരു കാര്യമില്ല. ആളുകൾക്ക് തഖ്വ വേണമെങ്കിൽ അതിനുള്ള മരുന്ന് കിട്ടണം, അത് നിരന്തരം കൊടുക്കണം. അതിന് ഒരുപാട് വഴികളുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ഖുർആന്റെ സദസ്സിലേക്കൊക്കെ വിളിച്ചാൽ പല ആളുകളും അത് മറ്റൊരർത്ഥത്തിലാ കാണുക. അതൊക്കെ ഇപ്പൊ കുറച്ച് എന്നും പള്ളിയിൽ പോകുന്ന ആളുകൾക്കുള്ള ഒരു ഇതെന്ന് കരുതുക. നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചോളൂ, നമുക്ക് തഖ്വ ഉണ്ടെങ്കിൽ, വിശുദ്ധി ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടതൊക്കെ അള്ളാഹു തരും. നമുക്കൊരു ബേജാറാണ് ആളുകൾ ഭൗതികമായ ജീവിതം. നമ്മൾ കുറെ അപ്പുറത്ത് ചിന്തിക്കുക, നമ്മളെ അവരുടെ മക്കള് അവർ എവിടെ വീട് കയറ്റും, ആ മക്കള് വീട് കയറ്റാണ്ടാവും നമുക്ക് ഉറപ്പില്ല. ഒരു അപകടത്തിൽ 9 ആൾക്കാരെ ഒരു വീട്ടിൽ നിന്ന് പോയത്, ഒരു അപകടത്തിൽ ഈ അടുത്ത് 4 പേരാ പോയത്. ഇതൊന്നും എവിടെ അവസാനിക്കാൻ നമുക്കറിയാൻ കഴിയൂല. അപ്പൊ നമ്മൾ ഒരുപാട് അങ്ങോട്ട് ചിന്തിച്ച് അവിഹിതമായ രൂപത്തിൽ ഉണ്ടാക്കണം. ഇപ്പൊ നമ്മള് പഴയ പോലല്ല. ഇപ്പൊ നമ്മളെ പർദ്ദട്ട സഹോദരിമാര് വരെ ലോട്ടറി ടിക്കറ്റ് വാങ്ങുന്നുണ്ട്. ഇന്നലെ കണ്ടില്ല നിങ്ങൾ, മിനിഞ്ഞാന്ന് തലശ്ശേരിയിൽ ഒരു റസിയാത്ത കള്ളും കെട്ട് കുടിച്ചിട്ട് എമ്മാതിരി അടിയാറിയ അന്തം വിട്ടോ. സഹോദരിമാരെ, ഈ സ്ത്രീ ശാക്തീകരണമല്ലോ ഉഷാറായിട്ടുണ്ട്. ഇപ്പോ നമ്മളെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്ന കുട്ടികളും ഒരു അമ്മാതിരി തട്ടൂല. ഈ താത്ത തട്ടുണ്ട് വള്ളടിച്ചിട്ട് എവിടെത്തി കാര്യങ്ങൾ, എവിടെത്തി. ഇപ്പൊ നമ്മളൊക്കെ പണ്ടത്തെ പോലെ വെള്ളറിയാനും പറ്റില്ല, എപ്പോഴാ അടി വീട് അറിയില്ല. കാരണം വെള്ളടിച്ച് വന്ന ബെർക്കന്ത് ഉസ്താദ് എന്ത് കാളിയര് പോലീസുകാരല്ലേ തല്ലുണ്ട് അറിയില്ലല്ലോ. പോലീസ് സ്റ്റേഷനിൽ ചെന്നാല് പിന്നെ നന്നായി കിട്ടിയിട്ട് കഷായത്തിന്റെ കുടുക്ക എടുത്തു വെക്കാൻ നേരം കിട്ടൂല എന്ന് അപ്പൊ ചിന്തിക്കൂല. കാരണം അവരെ നിയന്ത്രിക്കുന്നത് ലഹരിയാണ്. പെണ്ണുങ്ങൾ വരെ എവിടെത്തി കാര്യങ്ങൾ. നമ്മളിതൊക്കെ പറയാന്നല്ലാതെ നമ്മൾ കരുതുന്ന കുറെ അപ്പുറത്തെ കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ നമ്മളെ ക്ലാസ്സിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നോട് പലരും പറഞ്ഞു, നിങ്ങൾ പിന്നെ ആലത്തൂർ പടിക്കൊക്കെ ആദരം വാങ്ങാൻ വരുമ്പോൾ ഒന്ന് പറയേണ്ടിട്ടാവും. അപ്പൊ അതിന്റെ ടൈം അല്ലല്ലോ, എനിക്കത് ഉത്തരവാദിത്തമില്ല. പടച്ചൊന്നെ അവിടെ പിന്നെ എത്തിച്ചു. അതുകൊണ്ട് ഞാൻ പറയാണ്, അതായത് ഇവിടെ ഒരുപാട് സഹോദരിമാരുണ്ട്. ഞാൻ എൻ്റെ സഹോദരിമാരോട് പറയാണ്, ഞാൻ കുറെ നിങ്ങളെ സുഖിപ്പിച്ച് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. എൻ്റെ സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിച്ചോളി. ഇൽമ് വളരെ പ്രധാന, പ്രത്യേകിച്ച് പെൺകുട്ടിയാൾക്ക് ശരിക്ക് കൊടുത്തോളൂ. 2 ആഴ്ച മുമ്പ് ട്രെയിനിൽ യാത്ര ചെയ്തൊരു സഹോദരൻ എന്നോട് അനുഭവം പറഞ്ഞതാണ്. അയാൾ ട്രെയിനിൽ ഇരിക്കുമ്പോൾ അയാളെ നേരെ മുന്നിൽ ഒരു ഹിന്ദു സഹോദരൻ ഇരിക്കുന്നുണ്ട്. കുറിയുണ്ട്, എല്ലാം ഉണ്ട്, കയ്യുമ്മ കെട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അയാളടുത്തൊരു 10-20 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട്.
കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവരിങ്ങനെ ചിരിച്ച് കളിച്ച് വർത്താനം പറഞ്ഞ അവസാനം ഈ കുട്ടി ഇയാളെ മടിയിക്കണ കിടന്നു പറഞ്ഞു. അപ്പോൾ ഇയാൾ കരുതി ഭാര്യയും ഭർത്താവായി കയറുന്നു. ഇവർക്ക് എല്ലാവർക്കും ഇറങ്ങാനുള്ള ഒരു സ്ഥലമാണ്. റെയിൽവേ സ്റ്റേഷനിലെ ഇറങ്ങേണ്ട സ്ഥലം എത്തുന്നതിന് തൊട്ട് മുമ്പ് ഈ പെൺകുട്ടി കുറച്ച് അപ്പുറത്തേക്ക് മാറി ഇരുന്നിട്ട് ആ തട്ടക്കെട്ടും മഫ്തൊക്കെ ഇട്ടുണ്ട് നോക്കണം. ഇത് നേരെ കണ്ട ആൾ എന്നോട് പറയാം, ഇയാൾക്കാണെങ്കിൽ വേഗം പ്രഷർ കയറും. എന്നോട് പറയേണ്ട ആൾ അങ്ങനെ ഉണ്ടല്ലോ. ചിലർക്ക് എല്ലാം കാണുമ്പോൾ ഒരു തെറ്റ് കാണുമ്പോൾ അപ്പം പ്രതികരിക്കാൻ തോന്നും. ആ കാലം അല്ലപ്പോൾ പിന്നെ വാദി പ്രതിയാവും അവിടെ. അപ്പം പുറത്തിറങ്ങിയപ്പോൾ അത്രയും നല്ല തൊപ്പിയും താടിയൊക്കെ ഉള്ള ഒരാളും ഫുൾ ഹിജാബിൽ ഒരു സ്ത്രീയും ഈ കുട്ടിൻ്റെ ഉമ്മിപ്പിയാണ്. അപ്പോൾ പഠിക്കാൻ പോയ കുട്ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് ഉമ്മിപ്പി കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. അപ്പോൾ ഇയാളൊന്നും ഇങ്ങനെ ശ്രദ്ധിച്ചു പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി ഇറങ്ങിയതിൻ്റെ ശേഷം നല്ല മട്ടം പോലെ ഇറങ്ങിയിട്ട് ഇമ്മാപ്പന്നൊക്കെ വിളിക്കുന്നുണ്ട്. എന്താ മോളെ പ്രശ്നമൊന്നുമില്ലല്ലോ? എവിടെ പ്രശ്നം? മറ്റവൻ്റെ മടിയിലായിരുന്നു. ഇതൊക്കെ മനസ്സിലായോ? എന്തൊരു കഷ്ടം. ഇനിയിപ്പോൾ ഈ പെൺകുട്ടിയെ കെട്ടിക്കൊണ്ടുപോകുന്ന ആള് ആ നിർഭാഗ്യവൻ അല്ലാഹു അലം എവിടെത്തി കാര്യങ്ങൾ ഒന്നും പ്രശ്നമില്ല. പണ്ടത്തെ കാലത്തൊക്കെ ഒരു പ്രേമക്കത്ത് കൊടുക്കണമെങ്കിൽ എത്ര ഇടങ്ങാറാണ് അല്ലെ? ആലോചിച്ച് നോക്കൂ. ആദ്യ കാലത്ത് ഈ അസുഖം പണ്ടുണ്ടല്ലോ. പക്ഷെ അന്ന് ഈ സാമൂഹ്യ മാധ്യമങ്ങളൊന്നും ഇങ്ങനെയില്ല. അതുകൊണ്ടാണല്ലോ മുമ്പ് 50 വർഷങ്ങൾക്ക് മുമ്പ് പടുത്ത് ഒരു പ്രമുഖ എഴുത്തുകാരെ എഴുതി 50 വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഒരു കുട്ടി 2 ആൾ പ്രേമിച്ചു, 10ാം ക്ലാസ്സുകാർ അങ്ങനെ പിരിഞ്ഞു. മൊബൈലിലല്ല, ചാറ്റിങ്ങിന് ഒരു സാഹചര്യവും ഇല്ല. അപ്പോഴല്ലേ ചീറ്റിംഗ് ആവുള്ളൂ, അതിന് സൗകര്യമില്ല. അപ്പൊ അവസാനം പോസ്റ്റിലൊരു കത്തെഴുതി. ആ കത്തിൽ ഇങ്ങനെ ഒരു ചോദ്യചിഹ്നം മാത്രം ഇട്ടു. ഓൻ എന്ത് ചെയ്താണ്? ഒന്ന് വെറൈറ്റി ആക്കിയതാണ്. ഇനി നമ്മളെ ജീവിതം എന്താണെന്നാണ്. അതിൽ ഓൾ ഇങ്ങോട്ടൊരു കത്തയച്ചു. അത്ര ഒരു കുത്ത് മാത്രം ഇട്ടു, ഫുൾ സ്റ്റോപ്പ്, ഇനി ഒന്നുമില്ല, കഴിഞ്ഞു എന്നുള്ള രൂപത്തിൽ. അത് 2 ആഴ്ച മുമ്പ് ഒരു പ്രമുഖ പത്രത്തിൽ കണ്ടു. അന്നൊക്കെ അങ്ങനെ ആയിരുന്നു. ഇന്നങ്ങനല്ല. ഇന്ന് എന്താ യാതൊരു വിശുദ്ധിയില്ല. അഹ്സാബ് സൂറത്തിലും സൂറത്തു നൂറിലും പറയുന്നതിൻ്റെ നേരെ വിരുദ്ധമായിട്ടാണ്. കാരണം നമ്മളെ നാട്ടുകാർ ഇന്നലെ ഫുള്ള് ഇരുന്നുകൊണ്ട് പാറ്റ ക്ഷീണിച്ചോണ്ടേ കാരണം ആണുങ്ങൾ കുറച്ചൊക്കെ പോയത് ഒരു വിധമായിരിക്കും. നമ്മളെ സഹോദരിമാർ ഇവിടെ കുറേ ഉണ്ടല്ലോ. ഞാൻ എൻ്റെ സഹോദരിമാരോട് പ്രത്യേകം പറയാണ്, അവനാൻ്റെ മക്കളുടെ കാര്യത്തിൽ നല്ലോണം ശ്രദ്ധിച്ചോളി. തെക്കുവള്ള ഒരു കൂട്ടരിലൂടെ വരണം എന്നുണ്ടെങ്കിൽ അതിനുള്ള മരുന്നാണ് കൊടുക്കണം. പട്ടാള ചിട്ടോണ്ടൊന്നും കാര്യമില്ല, അതൊന്നും കാര്യമില്ല. അത് ഉള്ളുന്നിട്ട് വരണം. അതൊന്നില്ല. അത് വരുത്താനുള്ളൊരു വഴി എന്താ? ഖുർആനിൽ അല്ലാഹു ആയത്തിൽ പറയുന്നുണ്ട്, വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലംഗാ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ പറയാണ്, അല്ലാഹു പറയുന്നത്, എൻ്റെ ദിക്റിനെ, എൻ്റെ ഖുർആനിനെ, എൻ്റെ ഉത്ബോധനത്തെ ആര് അവഗണിക്കുന്നുവോ ഫഇന്ന ലഹു മഈശതൻ ലംഗാ. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട് അവന് കുടുസായ ജീവിതമുണ്ട്. തോഹ സൂറത്തിൽ പറയുന്നുണ്ട് അവന് കുടുസായ ജീവിതമുണ്ട്. അതിന്റെ തഫ്സീറിൽ കാണാം 3 നിലക്ക് അള്ളാഹു കൊടുക്കുന്നതാണ്. 1 ദുന്യാവെന്ന് ശാരീരിക പ്രയാസവും സാമ്പത്തിക ഞെരുക്കവും, 2 ഖബറിന്ന്, 3 മഹ്ശറിന്ന്. അവൻ്റെ അടുത്ത് പറ്റിയ പ്രശ്നം എന്താ? അള്ളാന്റെ ഉത്ബോധനം എന്ന് പറഞ്ഞ ഖുർആനാണ്. ആ ഖുർആനെ അവഗണിക്കുക പറഞ്ഞാൽ അവൻ ഖുർആൻ ഓതൂല, ഖുർആൻ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തൂല. ഖുർആൻ പഠിക്കാൻ നമ്മൾ ക്ലാസ്സിന് വരൽ മാത്രമൊന്നുമല്ല, നമ്മളെ കുട്ടികൾക്ക് അലിഫ് മുതൽ പഠിപ്പിച്ചു കൊടുക്കൽ ഖുർആന്റെ ഭാഷ പഠിപ്പിക്കുകയാണ്. അങ്ങനെ പഠിപ്പിച്ചാലേ അവർക്ക് ഭാവിയിൽ ഓതാൻ കഴിയുള്ളൂ. ഇതിനെങ്ങാനും ഒരാൾ അവഗണിച്ചാൽ ദുന്യാവിൽ സാമ്പത്തിക ഞെരുക്കം വരും, ശാരീരിക പ്രയാസം വരും. ഈ ശാരീരിക പ്രയാസവും സാമ്പത്തിക ഞെരുക്കം വരുന്ന ഒക്കെ അങ്ങനല്ല, പടച്ചോന്റെ അടുത്തുനിന്ന് കൂലി കിട്ടുന്ന രൂപത്തിൽ വരും. അല്ലാത്ത രൂപത്തിൽ വരുന്നത് ഈ രൂപത്തിൽ വരും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകാൻ എന്ത് ചെയ്യും? പല മാർഗങ്ങളും സ്വീകരിക്കും, ഹക്കും ബാത്തിലും നോക്കൂല. ശാരീരികമായ ആരോഗ്യം ഉണ്ടാക്കാൻ സുബഹിസ്കരിച്ചിട്ടില്ലെങ്കിലും രാവിലെ നടക്കും, ഭയങ്കര എക്സസൈസ് ചെയ്യാറും. അപ്പൊ പഴയ പോലല്ല. സഹോദരിമാരൊക്കെ എത്രയാണ് നടക്കുന്നത്. ഞാൻ ഈ സുബൈക്ക് ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോൾ ചിലപ്പോൾ തലനാരിയൊക്കെ രക്ഷപ്പെടും. കാരണം കറുത്ത പർദ്ദട്ട് കണ്ടാണ് കറുത്ത റോഡിലൂടെ അന്തം വിട്ട് നടക്കേണ്ടത്. സൈഡ് കൂടി നടക്കണില്ല. ഓല് ആരും ആയുസ് നീട്ടാനാണ് ഈ നടക്കേണ്ടത്. വണ്ടി ഇടിച്ച് കണ്ടുള്ള ആയുസ് പോകും. പത്രത്തിൽ ഫസ്റ്റ് പേജിൽ വരും. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. എന്നാല് അള്ളാന്റെ കലാവുമായി ഒന്ന് ബന്ധപ്പെടാൻ എല്ലാ ദിവസവും ഒരു അല്പം ഖുർആൻ ഓതാൻ മനസ്സ് വരുന്നുണ്ടോ? നഹാറൂക ബത്വാലുൻ വലൈലൂക നായിമുൻ വഐശൂക യാ മിസ്കീനു ഐശുൽ ബഹായിമി. ഒരു കവിപാടിയിലെ അലസമായിട്ട് പകൽ നടക്കുന്നു, രാത്രി നല്ലോണം സുഖമായിട്ട് ഉറങ്ങുന്നു. സാധുവായ മനുഷ്യ,
നിന്റെ ജീവിതം നാൽക്കാലികളുടെ ജീവിതം പോലെയായല്ലോ. ഒരു ലക്ഷ്യബോധമില്ല, കുറെ തിന്നണം, അത് ഒഴിവാക്കണം എന്നതല്ലാതെ അങ്ങനെ ആവരുത് നമ്മൾ. അതിന് നല്ലൊരവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കാനുള്ള ഏറ്റവും നല്ലൊരു വഴിയാണ് ഖുർആനുമായി ബന്ധപ്പെടുക. ഞാനിവിടുത്തെ സഹോദരിമാരുടെ കാര്യത്തിൽ എനിക്കൊരു അത്ഭുതം എന്താ അറിയോ? സുബൈക്ക് ഖുർആൻ ക്ലാസ്സിന് വരുന്ന നമ്മൾ 100 കണക്കിന് സ്ഥലങ്ങൾ ക്ലാസ് ഉണ്ട്. ചില സ്ഥലത്തൊക്കെ സുബൈക്ക് പെണ്ണുങ്ങൾ വന്നിരുന്നു. അങ്ങനെ പിന്നെ അത് ജനങ്ങൾ കണ്ടറിഞ്ഞ് അവർക്ക് സെപ്പറേറ്റ് ഓൽക്ക് പകൽ ക്ലാസ് ആക്കി കൊടുത്തു. ഇവിടെ ആലത്തൂർ പടിയിൽ സുബൈക്ക് ക്ലാസ്സിന് വരുന്നുണ്ട്. ആലോചിച്ചു, സുബൈക്കൊക്കെ പെണ്ണുങ്ങൾക്ക് ഖുർആൻ ക്ലാസ്സിന് വരണമെങ്കിൽ അതും ഞാൻ മനസ്സിലാക്കിയത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഓല് വന്നാൽ എല്ലാവരും കൂടി വന്നാൽ ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് അവരിങ്ങോട്ട് അറിയിച്ച് ഞങ്ങൾക്ക് വരണം എന്ന് പറഞ്ഞിട്ടാണ് അവർക്ക് നിസ്കാരാൾ സൗകര്യം ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ആ സഹോദരിമാർ ഒരുപക്ഷെ ഇവിടെ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. മറ്റുള്ളവർക്കൊരു മാതൃക. ഈ വൈക്ക് തിരിഞ്ഞു നോക്കാത്തവരുണ്ടാവും. മഹല്ല് സംഘം വെക്കുമ്പോൾ പോയില്ലെങ്കിൽ മോശമില്ല, പിന്നെ 10-13 കന്നിനർത്തുക്കണമെന്നാ കേട്ടെന്ന് പറഞ്ഞ ഒന്നുണ്ടാവും. മനസ്സിലായോ? ആലോചിക്കണം, ഇതൊക്കെ എത്ര നമ്മൾ ചെലവാക്കി, എത്ര ഇതിന്റെ പിന്നിലുള്ള അധ്വാനം. അന്ന് വന്നവർക്ക് വന്നിരുന്ന് പോയാൽ മതി. പുസ്തകത്തിന്റെ പുസ്തകമൊക്കെ നമ്മളങ്ങനെ പ്രകാശനം ചെയ്തല്ലോ, അതിന്റെ പിന്നിലുള്ള ഒരു അധ്വാനം എത്രയാണ്. നമ്മൾ കട്ടി പോരാ, അതിന് എളുപ്പമുണ്ട്. കട്ടി പോരാന്ന് പറയാൻ എന്നതുപോലെ ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ എൻ്റെ സഹോദരിമാരോട്, ഇവിടെ പണ്ഡിതന്മാർ ഒരുപാടുണ്ട്, അവരോട് ഞാൻ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ എന്നെ കേൾക്കുന്ന സഹോദരിമാര് പ്രത്യേകം പറയാണ്, നമുക്ക് വിശുദ്ധി ഉണ്ടെങ്കിൽ അള്ളാഹ് നമ്മളെ കാര്യം ഏറ്റെടുക്കും. വിശുദ്ധ ഖുർആനിൽ ആവർത്തിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട്, ത്വലാഖ് സൂറത്തിൽ. ആ ആയത്തിന്റെ ശേഷം വീണ്ടും പറയുന്നത് ആ ആയത്തിന്റെ താഴെ വീണ്ടും അല്ലാഹു പറയുന്നു ഒറ്റ സൂറത്തിലാണത്. അല്ലാഹു തആല പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന് മഖ്റജാണ്, രക്ഷാമാർഗം. ആ ആയത്തിൽ തന്നെ വിചാരിക്കാത്ത ഭാഗത്തിലൂടെ ആഹാരം തരുന്നത് പറയുന്നുണ്ട്. വീണ്ടും പറയുന്നത് കാര്യങ്ങൾ എളുപ്പമാകല. പിന്നെ പറയുന്നത് ദോഷങ്ങൾ പൊറുക്കപ്പെടുന്നതും സ്വർഗം ലഭിക്കുന്നതുമാണ്. ഇതിൽ ആദ്യം പറഞ്ഞ 2-3 കാര്യങ്ങൾ ദുന്യാവുന്ന. ഒരാൾക്ക് തഖ്വയുണ്ടെങ്കിൽ അല്ലാഹു അവനിക്ക് രക്ഷാമാർഗം നൽകുന്നതാണ്. വിചാരിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു ആഹാരം നൽകും. എന്താ നിബന്ധന? എന്താ? നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഭാഗത്തിലൂടെ അല്ലാഹു ആഹാരം തരും. കാര്യങ്ങളൊക്കെ എളുപ്പമാകും. അതിലെല്ലാം പെട്ടു. വിസ ശരിയാകലും, ഗൾഫ് പോകലും, ജോലിയുള്ളത് നിലനിൽക്കലും, എല്ലാം ശമ്പള വർധനവും എല്ലാ കാര്യങ്ങളും അതിൽ പെട്ടു. എല്ലാം അതിൽ ഉൾപ്പെട്ടു. പക്ഷെ വേണ്ടതെന്താ? തഖ്വ വേണം. പിന്നെ പറയുന്നതോ ഒരാൾക്ക് തഖ്വയുണ്ടെങ്കിൽ അവന്റെ കാര്യങ്ങളെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നതാണ്. നമ്മൾ വിചാരിക്കാത്ത രൂപത്തിലൂടെ കാര്യങ്ങളൊക്കെ എളുപ്പമാകും. അതും ദുന്യാവിന്റെ വിഷയമാണ്. ഇനി ആഖിറത്തിന്റെ കാര്യം പറയുന്നതോ ഒരാൾക്ക് തഖ്വയുണ്ടോ അവന്റെ ദോഷങ്ങൾ അല്ലാഹു അവനിക്ക് പുറത്തു കൊടുക്കും. അവന്റെ ദോഷങ്ങൾ കൊടുക്കും. അതുപോലെ അവനിക്ക് വമ്പിച്ച പ്രതിഫലം ലഭിക്കും. ഇതിനൊക്കെ ഒറ്റ ഡിമാൻഡാണ്. എന്താ വേണ്ടത്? വിശുദ്ധി വേണം, തഖ്വ വേണം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം. അത് നമ്മുടെ ജീവിതത്തിൽ വരണം. അതിൽ ഒരു പ്രതിജ്ഞ എടുക്കാൻ ഏറ്റവും പറ്റിയ ടൈമാ 2023 ഇവിടെ പറയാൻ പോവാണ്. 2024 നമ്മൾ പ്രവേശിക്കാൻ പോവുക. നേരത്തെ ഇവിടെ സമയത്തെ പറ്റി പറഞ്ഞില്ലേ സഹോദര? നഷ്ടപ്പെട്ട കോടികൾ സെക്കൻഡുകളെ കൊണ്ട് വീണ്ടെടുക്കാൻ കഴിയുമെങ്കിൽ, ഒരു സെക്കൻഡ് നഷ്ടപ്പെട്ടാൽ 10 കോടി ചെലവാക്കിയാലും ഒരു സെക്കൻഡ് വീണ്ടെടുക്കാൻ കഴിയൂല. ഇപ്പൊ നമ്മളതറിയില്ല. അവിടെ ഇവിടെ ഇരുന്ന് നേരം കളയുന്നത് റൂഹ് തൊണ്ടക്കുയിലെത്തുമ്പോഴാണ് അതിന്റെ ഗൗരവം അറിയാ. അതുകൊണ്ട് നമ്മൾ പരമാവധി നല്ല വിശുദ്ധിയോടുകൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. അത് എല്ലാ കാലത്തും. കാലം പറ്റ മോശമാണ് എന്നതുകൊണ്ട് പല ആളുകൾ എന്താ പറയാ, ഇപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉസ്താദേ എന്ന് പറയും. അങ്ങനല്ല, എല്ലാം പറഞ്ഞിട്ട് കാര്യമുണ്ട്. സൂക്ഷ്മതയുള്ള ആളുകൾ എല്ലാ കാലത്തും നല്ലോണം സൂക്ഷിക്കുന്നുണ്ട്. ഞാന് ഭയങ്കര ഒരു ഖുർആൻ ക്ലാസ്സിൽ ഈ കുട്ടികൾ അനാവശ്യ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ TV-യിലൂടെ മറ്റോ, TV ആണെന്നില്ല, മൊബൈൽ മതി,
അനാവശ്യ കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിഹിതം സൗകര്യം ചെയ്തു കൊടുത്ത മാതാപിതാക്കൾക്ക് ഉണ്ടാവും. നമ്മളിപ്പോൾ പഠിക്കാൻ വേണ്ടി ഒരു മൊബൈൽ വാങ്ങിക്കൊടുത്താൽ എല്ലാം ശ്രദ്ധിക്കാൻ കഴിയൂല. എന്നാൽ ചിലത് നമ്മൾ അത് തെറ്റിനാണെന്ന് അറിഞ്ഞുകൊണ്ട് സൗകര്യം ചെയ്ത് കൊടുക്കുക, അതിൻ്റെ ഒരു വിഹിതം ഉമ്മാക്കും വാപ്പാക്കും ഉണ്ടാവും എന്ന കാര്യം ഞാൻ പറഞ്ഞപ്പോൾ വേങ്ങരക്കടുത്തുള്ള ഒരു കോടീശ്വരനുണ്ട്. അയാൾ അന്ന് പോയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ TV ഒഴിവാക്കിയതാണ്. അയാൾ പടത്തിനോട് പറഞ്ഞു, ഞാൻ പിന്നെ ഒരു 30 ഏക്കർ ഇപ്പോൾ വാങ്ങി കൊണ്ടിട്ട് പറഞ്ഞു. വിഷയമല്ല, 30 ഏക്കറി 300 ഏക്കറിയും വാങ്ങൽ, അത്രക്കും കാശുണ്ട്. പക്ഷെ അയാൾ വീട്ടിലെ സാധനമില്ല. അയാൾ പറയുന്ന എന്താ, നിങ്ങൾ പറഞ്ഞ പോലെ അഥവാ വലിയ ഹറാമിലേക്കും പോയാൽ പിന്നെ എന്തിനാ നല്ലത്, നമ്മളതിനൊക്കെ സമാധാനം പറയണ്ടേന്ന്. നല്ല തെക്കുവെള്ളലുണ്ട്. ലണ്ടനിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരന് ഒരു ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ആ കുട്ടിയുടെ ചെറുപ്പക്കാരന്റെ അമ്മോശനാണ് എന്നോട് ഈ വിവരം പറഞ്ഞത്. ഞാൻ തെക്കുവക്ക് ഉദാഹരണം പറയാം. നമ്മൾ കരുതി ഇപ്പൊന്നും നടക്കൂലാന്ന്. ലണ്ടനിലാ ജോലി, നല്ല ശമ്പളമുണ്ട്, പക്ഷെ വെള്ളിയാഴ്ച ജുമുഅക്ക് പോകാൻ പറ്റൂല. അപ്പൊ ഈ സഹോദരന് എഴുത്ത് കൊടുത്തു, തൽക്കാലം ജോലി ഒഴിവാക്കി നാട്ടിലേക്ക് തിരിക്കുകയാണ്. ജുമുഅക്ക് അവധി കൊടുക്കാത്തതുകൊണ്ട്, ടൈം കൊടുക്കാത്തതുകൊണ്ട്. അപ്പൊ ഇവന്റെ കൂടെ പിന്നെ കോഴിക്കോട് ജില്ലയിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്നായിട്ട് 2 സഹോദരങ്ങളുണ്ട്, ഹിന്ദു സഹോദരങ്ങൾ. അപ്പൊ അവര് പറഞ്ഞു അത്രേ, എന്നാൽ ഞങ്ങളത് കൂടി കൊടുക്കാറുണ്ട്. 3 ആൾ കൊടുത്തു. ഇവര് അടിയന്തരമായിട്ട് മീറ്റിംഗ് ചേർന്നിട്ട് വെള്ളിയാഴ്ച ഉച്ച വരെ ഈ സഹോദരൻ എന്ത് ചെയ്തെടുത്തു, സമയം അനുവദിച്ചു ജുമുഅക്ക് പോകാൻ. ഇത് കണ്ടപ്പോൾ ഹിന്ദു സഹോദരങ്ങൾക്ക് ആത്മാർത്ഥത കൂടി. അങ്ങനെ ഉണ്ടല്ലോ. എത്രത്തോളം പറഞ്ഞാൽ ഇയാൾ എന്നോട് പറയാണ്, മരുമകൻ പിന്നെ ഇവിടെ ഒന്ന് വന്നു, പെട്ടെന്നൊരു അടിയന്തര ആവശ്യത്തിന് നാട്ടിൽ വന്നപ്പോ ഇവര് ഹിന്ദു സഹോദരങ്ങളായ ആളുകൾ ഓരോ വീട്ടിലേക്ക് വിളിച്ചറിഞ്ഞിക്കണം കാര്യങ്ങളൊക്കെ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകാന്ന് കരുതിയിട്ട് ചെന്ന് വന്നു. അവർ പൊതി കൊടുത്തും പോലെ. അവ നോക്കുമ്പോൾ അതിലൊരു വിഗ്രഹമാണ്. അപ്പൊ ഹിന്ദു സഹോദരൻ പറഞ്ഞത്രേ, എൻ്റെ നിസ്കാരവും കാര്യങ്ങളൊക്കെ അതിനു വേണ്ടി സമയം വരെ അനുവദിച്ചപ്പോ ഞങ്ങൾക്കും ആത്മാർത്ഥത കൂടി, ഓൽക്കും കൂടി. അതായത് ഏത് മതത്തിലാണെങ്കിലും ഭക്തിയുള്ളവരുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് റാഹത്താ. ഞാൻ 2-3 ദിവസം മുമ്പ് പെരിന്തൽമണ്ണ കുറച്ച് ഉള്ളിക്കൊരു പരിപാടിക്ക് പോകുമ്പോൾ ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ പിന്നെ വഴിയൊക്കെ വിട്ടുതന്നിട്ടുണ്ട്. ഈ ഗൂഗിളിൽ ചതിക്കുക വരുത്തിയാണ്ട് അതിലേറെ എളുപ്പം ചിലപ്പോൾ എന്താണ് ചോദിക്കാന്ന് കരുതിയിട്ട്. അപ്പോൾ ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറിയൊക്കെ ഇട്ട ഒരാളോട്, ഈ ഭക്തന്മാരാരാണെങ്കിലും ശരിക്കും പറഞ്ഞു തരും, ചതിക്കൂല. അയാളോട് ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ കച്ചവടത്തിന് വന്നാൽ നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ഒരു ഹിന്ദു ഫാമിലി അവിടെ നിൽക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ചെറിയൊരു പയ്യുണ്ട്. ആ കുട്ടി ഓടി വന്നിട്ട് പറഞ്ഞു, ഈ വഴി പറഞ്ഞു തരാം. ആ വണ്ടി അവിടെ നിർത്താൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി മുന്നിലേക്ക് കൊണ്ടുപോയിട്ട് വണ്ടി സൈഡാക്കിയപ്പോൾ ഈ കുട്ടി ഞങ്ങളെടുത്തേക്ക് വന്നിട്ട് കുട്ടി വഴി ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് അവസാനം പറഞ്ഞു, 3 ഹമ്പ് കാണും. ആ 3 ഹമ്പ് കഴിഞ്ഞാൽ വലത്തേക്ക് ഒരു റോഡുണ്ട്, മറക്കൂല. എനിക്ക് ആ കുട്ടീനോട് ഭയങ്കര ഇഷ്ടം തോന്നി. ആ കുട്ടി ശരിക്കൊരു ഭക്തനാണ്. ഇങ്ങനെയാണ് നമ്മളെ 3ാം ക്ലാസ്സിലെ കുട്ടികളും. നമ്മളിപ്പോൾ കുട്ടിയാക്കും തക്കവല്ലാത്ത അവസ്ഥയാണ്. മഹമാജിന്റെ പേര എവിടെ വെച്ചാൽ അബൂബക്കറാജിന്റെ പേരൻ്റെ അടുത്താണ്. മോനെ എനിക്ക് 2 ആളെ അറിയില്ല, അബൂബക്കറാജിന്റെ പേര എവിടെ വെച്ചോ മഹമാജിന്റെ പേരൻ്റെ അടുത്താണ്. അപ്പൊ ഇവൻ വല്ലാതെ കറക്കിയപ്പോൾ ഇയാൾ ചോദിക്കാണ്, മുഹമ്മദാജിന്റെയും അബൂബക്കറാജിന്റെയും പേര എവിടെ വെച്ചപ്പോൾ അടുത്തടുത്താണ്. മനസ്സിലായി, ഇവൻ കറക്കുന്ന ആളാണ്. ഇതാണ് നമ്മളെ ചില കുട്ടികൾ. ഇനിയിപ്പോൾ അത്രത്തോളം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എവിടുന്നാ വരേണ്ടി ചോദിച്ചാൽ ഞാൻ അറിയും, പറഞ്ഞു കൊടുക്കൂല. ഞാൻ 9ാം ക്ലാസ് കഴിഞ്ഞ് വരാൻ അഥവാ ഓനിട്ട് പോന്നാലോ അടുത്ത ആഴ്ച, നമ്മളെ നിലപാട്. അതൊക്കെ ശരിക്കും ഒരു കൃത്യത വരുത്താത്തത് ഞാൻ പറഞ്ഞതിന്റെ ഭാഗമാണ്. ഞാൻ കൂടുതൽ പറയുന്നില്ല. ഏതായിരുന്നാലും പറഞ്ഞു നീണ്ടുപോയില്ലേ. ഞാൻ അവസാനിപ്പിക്കണം. ഞാൻ എൻ്റെ സഹോദരിമാരോടും സഹോദരങ്ങളോടും പറയുന്നു, ഞാൻ ത്വലാഖ് സൂറത്തിൽ നിന്ന് ഓതി വെച്ച ആ ആയത്തിന്റെ വിഷയത്തിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് വേണ്ടതൊക്കെ ഇൻഷാ അള്ളാഹു തരും. പക്ഷെ അള്ളൊരു വളയം വെച്ചിട്ടുണ്ട്, അത് വിട്ടുകിടക്കരുത്. അത് ആളുകൾ വിട്ടുകിടക്കുന്നതാണ്. ഇപ്പൊ വിശുദ്ധ ഖുർആനിലെ റഅദ് സൂറത്തിൽ പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ അള്ളാന്റെ വിഷയത്തിൽ മാറ്റം വരുത്തിയാൽ നിങ്ങളിൽ അള്ളി മാറ്റം വരുത്തും എന്ന് പറയുന്നുണ്ട്. അള്ള പറഞ്ഞ ആ അതിർവരമ്പ് നമ്മൾ വിട്ട് കിടക്കാതിരുന്നാൽ നമുക്കൊരു പ്രശ്നമില്ല. നമ്മൾ എന്ത് ചെയ്യാണ്, അതൊക്കെ പുല്ല് വില കൽപ്പിച്ച്. അതുള്ള സ്ത്രീകളൊന്നും തട്ടം തലയിടാത്ത, പിന്നെ തട്ടം തലയിലിടും. എപ്പോ അറിയോ, മുടി പെട്ടെന്ന് കൊറോണ വന്നമാർക്ക് സർവ്വ പെണ്ണുങ്ങളെ മുടിയും പെട്ടെന്ന് നിരക്കാൻ തുടങ്ങി. വെയിൽ കൊണ്ടാ നിരക്കും എന്ന് നാളെ എല്ലാ പത്രത്തിലും വന്നോക്കട്ടെ, മഫ്തോണ്ടൊരു കളിയേക്കാറ്. എല്ലാവരും മറക്കും, പേടിച്ചു. ഇതൊക്കറിയില്ലേ, നമ്മള് കുട്ടികളെ ഹിജാബ് ഇട്ട് പരീക്ഷയ്ക്ക് പോയിട്ട് പുറത്താക്കിയത്. അന്ന് ചില ഫെമിനിസ്റ്റുകൾ പറഞ്ഞെന്താ, ചുണ്ട് പറഞ്ഞാലും മറക്കാനുള്ളതല്ല കാണാനുള്ളതാണ്. അപ്പോഴാണ് അള്ളാഹു കൊറോണ തന്നത്. സർവം മറച്ചു എന്ന് മാത്രമല്ല, നമുക്കൊക്കെ ചിലപ്പോൾ തോന്നിപ്പോയിട്ടുണ്ട്, അള്ളാഹു 2 ചെവി തന്ന തന്നെ ആ മാസ്ക് കൊളുത്തിടാനാണ്.
തോന്നിപ്പോകൂലേ? ആ രൂപത്തിൽ പഠിച്ചോ തന്നില്ലേ? എല്ലാവരും ചുണ്ടും മറച്ചില്ലേ? വലിയ വർത്താനം പറഞ്ഞ പെണ്ണുങ്ങൾ 3 മാസ്കൊക്കെ ധരിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ, പ്രസവത്തിന് പോകുമ്പോൾ. വലിയ വിടായി ഒട്ടിച്ചോലെ. പടച്ചോൻ വിചാരിച്ചാൽ നമ്മളൊക്കെ ഇരുത്തും. ഞാൻ എൻ്റെ പെണ്ണുങ്ങളോട് പ്രത്യേകം പറയാണ്, നിങ്ങൾക്കൊക്കെ ഒരുപാട് പെണ്ണുങ്ങളോട് പ്രത്യേകം പറയാൻ കാരണം എന്താ അറിയോ? ഈ ഷിയാറ് വളരെ പ്രധാനമാണ്. ഷിയാറ് വളരെ പ്രധാനമാണ്. നമ്മളൊക്കെ ആ ഇസ്ലാമികമായ ഷിയാറിലാണ് നടന്നാൽ അത് മറ്റുള്ളവർക്ക് വലിയ മാതൃകയ്ക്കാറും. ഞാനൊരു ക്ലാസ്സിൽ ഇത് പറഞ്ഞിട്ട് അവിടെയുള്ള 50ഓളം പെൺകുട്ടികൾ +1-നും +2-നും പഠിക്കുന്ന പെൺകുട്ടികൾ സ്കൂൾക്ക് ബുധനാഴ്ച ഏത് വിടാറുണ്ട്? ഒരു വർദ്ധട്ടാണ് പോയി. അപ്പൊ വേറുള്ള കുട്ടികൾക്ക് അത് ഭയങ്കര അത്ഭുതമായി. കാരണം മൃഗശാലയ്ക്ക് നോക്കും പോലെ നോക്കുന്നുണ്ട്, സ്കൂൾക്ക് വർദ്ധട്ട് കണ്ടോ അയച്ചിട്ട് വന്നാൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. എന്താ മോഡൽ അറിയും, ഇട്ടുപോയപ്പോൾ ഒരു അത്ഭുതം. അപ്പൊ അത് കാരണത്താൽ ചില കുട്ടികൾ ശരിക്കും വസ്ത്രം ധരിച്ചു. എന്താ ഇന്നത്തെയൊക്കെ അവസ്ഥ? വല്ലാത്തൊരു കഷ്ടമാണ്. എന്നാലോ ദിക്റും സ്വലാത്തും ഭയങ്കര 6666 വക ഉണ്ടാവും തിരുവങ്ങാടിയിൽ നിന്ന് അച്ചടിച്ചതിൽ. അത് മുഴുവൻ ചെല്ലും. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ചെല്ലിൻ്റെ അടിയിൽ കൂടി ഒരു പുതിയ കാർ അയലോകത്തേക്കാണ് പോകുമ്പോൾ ഒരു പുതിയ കാർ എടുത്താ അസൂയ. ഈ ചെല്ലലൊക്കെ ബാത്തിലായി. മനസ്സിലായില്ലേ? ഇതൊക്കെ വിശുദ്ധി ഇല്ലാത്തതുകൊണ്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനമായിട്ട് ഒരു കാര്യം കൂടി, എൻ്റെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. ഇന്നലെ ഉസ്താദ് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, അതായത് നമ്മളെ ഉത്തരവാദപ്പെട്ട ഉമറാക്കളുടെ കൂട്ടത്തിൽ പള്ളിൻ്റെ പണിയെടുക്കുമ്പോൾ പറഞ്ഞല്ലോ അല്ലേ, പള്ളിക്കനുസരിച്ച് ഉസ്താദെ ദർസും വലുതാക്കണം എന്ന് പറഞ്ഞ് ഉസ്താദിന് പിന്നെ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ശരിക്കും. ഞാനപ്പോൾ അങ്ങനെ ചിന്തിച്ചത് 240ഓളം കുട്ടികളാണല്ലോ. ആലത്തൂർപടിയെ സംബന്ധിച്ചിടത്തോളം ഉസ്താദ്മാർക്ക് നിയന്ത്രിക്കാനുള്ളത് നോക്കിയാൽ മതി. 300 പ്രയാസം ഉണ്ടാവില്ല എന്ന് എൻ്റെ അഭിപ്രായം. നമ്മളെന്ത് ചെയ്യുക, വിജയവേര്യം വയ്ക്കാനൊന്നുമല്ല. ഇപ്പം ഞാൻ പല സ്ഥലത്തും ഖുർആൻ ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ ഉസ്താദിനെ ഇരുത്തി പറയല്ല കേട്ടോ, എനിക്കിവിടെ 12 ക്ലാസ് ഉണ്ട് എന്ന് അറിയണ്ടോലൊക്കെ നിങ്ങൾ ഉസ്താദിനോടൊന്ന് പറയോ, നമ്മളൊരു കുട്ടീനെ എന്നുള്ള രൂപത്തിൽ പറയലുണ്ട്. അതിൽ ചിലത് വലിയ വികൃതിയാളെയും പറയലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വേഗം ഒഴിവാക്കല. അത് പണ്ടേ അങ്ങനെയുള്ള ഓനൊന്നിനും പറ്റൂല, എന്നാൽ ഓനെ ഓതാൻ പറഞ്ഞേക്കറി, ഓനെ കൊണ്ടാണ് കുടുങ്ങും മസല പറഞ്ഞിട്ട്. അപ്പോൾ നല്ല ആളുകൾ പറയുന്നുണ്ട്. ഞാൻ അങ്ങോട്ട് ഉസ്താദിനോട് ഒരിക്കൽ ചോദിച്ചു, അപ്പോൾ ഏകദേശമൊക്കെ പൂർത്തിയായിക്കണമെന്നുള്ള വിവരമാണ് കിട്ടിയത്. അപ്പോൾ ഒരു 300 ആക്കി കഴിഞ്ഞാൽ ഇനിയും പിന്നെ എനിക്ക് വലിയ താല്പര്യമുള്ള, ഞാൻ എൻ്റെ കുട്ടീനെ അങ്ങനെ നേർച്ച ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉള്ള പറയല 9-ലെത്തിയിട്ടുള്ളൂ. SLC കഴിയാത്തൊരു വഴിയിലെല്ലാം എഴുതിയിട്ട് ഇങ്ങനെ കാത്തിക്കണം. അതിന് മുമ്പ് അഥവാ മരിച്ച വസിയത്താണ് ഉസ്താദിനോട് ഇവിടെ എത്തും. തമാശ അറിയല്ല. അപ്പോൾ ഇതിപ്പോൾ നാട്ടുകാരെല്ലാവരും വേണം, നല്ല റാഹത്തായിരുന്നു ബോധ്യപ്പെടുത്തണേ. ഞാൻ ഇവിടുത്തെ നാട്ടിലെ ഉമ്മാരൊക്കെ വളരെ അഭിനന്ദിക്കുകയാണ്. കാരണം ഒരു വീട്ടിലേക്ക് 2, 3, 4 കുട്ടികൾ ഭക്ഷണത്തിന് പോകുന്നുണ്ടെന്ന് പറഞ്ഞാൽ ആ ഉമ്മാരെ സമ്മതിക്കണം. പൈസ ഉണ്ടായിട്ട് കാര്യമില്ല. ആ സഹോദരിമാരൊക്കെ നല്ല മനസ്സിലെങ്കിൽ ഉണ്ടല്ലോ, ഒരാളെ കൊണ്ടുപോയാൽ തന്നെ ഇല്ലാത്ത ഊരവേദന ഉണ്ടാക്കും. അപ്പോൾ അതൊക്കെയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നാട് ഇതിനോട് കൂടെ നിന്നത് അത് വലിയൊരു സംഭവമാണ്. ഏതായിരുന്നാലും അല്ലാഹു തആല ഇതൊക്കെ നമുക്ക് നിലനിർത്തി തരുമാറാവട്ടെ. അതുകൊണ്ട് അങ്ങനെയുള്ള സഹോദരിമാരൊക്കെ ഇവിടെ ഉണ്ടാവും, നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടപ്പെടൂല. ഒരു ഹദീസിലുണ്ടല്ലോ, ഇൽമു പഠിക്കുന്നവരെ സഹായിച്ചാൽ ഒരു സഹായത്തിന് 4000 ഇരട്ടിയാണെന്നാണ്. അപ്പോൾ ഒരു കഷ്ണം പുട്ടിന് 4000 കഷ്ണം പുട്ടിൻ്റെ. വെറുതെ അറിയല്ല, വിഷയത്തിന് കൊഴുപ്പൂട്ടാൻ വേണ്ടി പറയല്ല. അള്ളാഹ്ക്ക് എത്ര ഇരട്ടി തരാം. നമ്മളൊക്കെ അങ്ങനെ വന്നാണല്ലോ. ആരും ദ്വാരക്കേണ്ട ആവശ്യമില്ല, അവരെ അക്കൗണ്ടിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കണം.